നമസ്കാരം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു കാർട്ടൂൺ കാണാൻ ഇടയായി. നരേന്ദ്രമോദി, പുതിൻ, ശശി തരൂർ എന്നിവർ നിൽക്കുന്നു. ശശി തരൂരിനെ പരിചയപ്പെടുത്തുന്നു മോദി. ഇദ്ദേഹം പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും തരൂർ അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ MP ആയി ഇരുന്നുകൊണ്ട് സർക്കാരിന്റെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും കോൺഗ്രസിന്റെ ദുർനടപ്പുകളെ വിമർശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശശി തരൂർ. കാരണം അദ്ദേഹത്തിന് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ലോകപരിചയമുണ്ട്, ജനങ്ങളെ അറിയാം, ലോകം മുഴുവൻ സഞ്ചരിച്ച വ്യക്തിയാണ്. അത് അംഗീകരിച്ചേ പറ്റും. ഇപ്പൊ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഒക്കെ കിടന്ന് ബഹളം കൂട്ടുകയാണ്. പക്ഷേ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായ KC വേണുഗോപാൽ പറയുന്നത്. അതായത് നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു ഗുണകരമായി മാറും. വേറെങ്കും പാർട്ടി ഇല്ലല്ലോ. അപ്പൊ കേരളത്തിലെങ്കിലും ഈ 2026 തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇയാളുടെ മോദി പ്രേമം, തരൂരിന്റെ മോദി പ്രേമം കോൺഗ്രസിന് അനുകൂലമായ വോട്ടായി മാറും എന്നാണ് KC വേണുഗോപാലിന്റെ വിലയിരുത്തൽ. എന്തായാലും തരൂരിനെ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് പുറത്താക്കി കാണിക്കേ എന്ന് മല്ലികാർജുൻ ഖാർഗെയോടും സോണിയാഗാന്ധിയോടും ഒരു ചെറിയ വെല്ലുവിളി കൂടി നമ്മൾ നടത്തുന്നു. നമ്മൾ പറയുന്നത് വെല്ലുവിളിയായി ഏറ്റെടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ നമുക്കത് പറയാമല്ലോ. തരൂരിനെ ഒന്ന് പുറത്താക്കുക, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, MP സ്ഥാനം അദ്ദേഹം തന്നെ വെച്ചോളൂ. ഒന്ന് ധൈര്യമുണ്ടോ? കാരണം കോൺഗ്രസിന് ആകെയുള്ള ഒരു പിടിവള്ളിയാണ് ശശി തരൂർ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ. ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ കോൺഗ്രസിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മഹാഭാഗ്യം എന്നുള്ള വല്ലാതൊന്നും പറയാനില്ല. കാരണം മുജ്ജന്മ സുഹൃതം എന്ന് പറയുന്നില്ല. മുജ്ജന്മത്തിൽ നാരിത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ സുഹൃതം വരില്ലല്ലോ. നരേന്ദ്രമോദിയെ തുടർച്ചയായി സ്തുതിക്കുന്ന ശശി തരൂരിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരള ഘടകവുമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞായിരിക്കും KC വേണുഗോപാൽ പോലും ജയിച്ചത്. തരൂരിന്റെ മോദി സ്തുതിയും മൃദു ഹിന്ദുത്വവും കേരളത്തിൽ കോൺഗ്രസിന് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് KC വേണുഗോപാൽ ഇതൊക്കെ തന്നെ പറയുന്നത്. കേരളത്തിൽ തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്താണ് കോൺഗ്രസ് മുന്നണിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ LDF-നോട് ഏറ്റുമുട്ടാൻ മൃദു ഹിന്ദുത്വ വോട്ട് വേണം. തീർച്ചയായിട്ടും LDF വളരെ ശക്തമാണ്. കാര്യം മറ്റേ ഭരണവിരുദ്ധ വികാരവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം എങ്കിൽ പോലും LDF-ന്റെ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. CPM-ൽ ഇത്തരം എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു. അപ്പം പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭരണപക്ഷം അല്ലെങ്കിൽ LDF ശക്തരാകുമല്ലോ. ആ അവസ്ഥയിലാണ്. BJP-യും അതിശക്തമാണ്. അപ്പം ആ ഒരു ഫലം, അതിന്റെ ഒരു എഫക്ട് തീർച്ചയായിട്ടും LDF-ന് കിട്ടും. BJP കുറച്ച് വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കുകയാണെങ്കിൽ, കുറച്ച് സീറ്റുകൾ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉറപ്പായിട്ടും LDF-ന് കിട്ടും. അപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ള മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് ശശി തരൂരിന് എന്ന് പറഞ്ഞ് ശശി തരൂരിന്റെ അത്തരം വാക്കുകൾ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനാണ് KC വേണുഗോപാൽ ശ്രമിക്കുന്നത്. എത്രത്തോളം പ്രാവർത്തികമാകും എന്നറിയില്ല. വേണുഗോപാലാണ് ഡൽഹിയിൽ നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പം തരൂരിന് മോദിയെ പുകഴ്ത്താൻ കഴിയുന്നത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ ബ്യൂട്ടിയാണ് എന്ന് കേരളത്തിൽ നേതൃത്വം പിടിക്കാൻ ശ്രമിക്കുന്ന KC വേണുഗോപാൽ അടുത്തിടെ പ്രതികരിച്ചിരുന്നു. അതായത് ഞങ്ങൾ സത്യമേ പറയൂ, വാസ്തവമേ പറയൂ എന്നൊക്കെ പറഞ്ഞ് ആ പ്ലേറ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് KC വേണുഗോപാൽ. ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ ഉഡായിപ്പാണ്, നമ്പരാണ് എന്നുള്ള കാര്യം. എന്തായാലും തരൂരിനെ പുറത്താക്കില്ല. ഇനി സോണിയാഗാന്ധിയല്ല, ഖാർഗെയല്ല, രാഹുൽ ഗാന്ധിയല്ല, പ്രിയങ്കയല്ല, റോബർട്ട് വാദ്രയല്ല, ആര് പറഞ്ഞാലും പുറത്താക്കില്ല. KC വേണുഗോപാൽ സമ്മതിക്കില്ല. എന്റെ തരൂരെണ്ണ നിങ്ങളില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് KC വേണുഗോപാൽ മാറിക്കഴിഞ്ഞു. തരൂരുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പച്ചപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വല്ലതും കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ കൊണ്ടൊരു പത്രത്ത് പ്രസംഗിപ്പിച്ചാൽ അത്രയും വോട്ടെങ്കിലും കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇവിടെ കിടന്ന് ഞങ്ങൾ പുറത്താക്കി, മോദിയെ പുകഴ്ത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഉള്ള വോട്ടൂടെ പോവും, ഉള്ള സീറ്റൂടെ പോവും, ഒന്നുമില്ലാതായിട്ട് മാറും. ആ അവസ്ഥയിലെത്തും. അത് വേണുഗോപാലിന് സാമാന്യ ബുദ്ധി ഉള്ളത് കൊണ്ട് അറിയാം. ഇത് വാർറൂമിന്റെ പരിപാടിയൊന്നുമല്ല, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. എന്തായാലും തരൂരിനെ പുറത്താക്കില്ല. അങ്ങേര് തന്നെ പുറത്തു വന്നെങ്കിലേ ഉള്ളൂ.